ഒരു ആറ്റത്തിന്റെ വലുപ്പത്തിലേക്ക് ചുരുങ്ങുകയോ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ വലുതായി വളരുകയോ ചെയ്യാനുള്ള ശക്തി ഒരു ഫാന്റസി മാത്രമല്ലെങ്കിലോ? കണ്ണിമ വെട്ടുന്ന സമയത്ത് ഗാലക്സികളിലൂടെ സഞ്ചരിക്കുന്നതോ, ഒരൊറ്റ ചിന്തകൊണ്ട് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നതോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിനെ പോലും ഒരു കുശുകുശുപ്പിന്റെ ലാഘവത്തോടെ നിയന്ത്രിക്കുന്നതോ സങ്കൽപ്പിക്കുക. ഇവ ആധുനിക കോമിക് പുസ്തക നായകന്മാരുടെ മഹാശക്തികളല്ല, മറിച്ച് ഹിന്ദു പുരാണങ്ങളായ അഷ്ടമസിദ്ധികളിൽ നിന്നുള്ള പുരാതനവും നിഗൂഢവുമായ കഴിവുകളാണ്. ഈ വീഡിയോയിൽ ഋഷിമാരും ദേവന്മാരും ഒരിക്കൽ പ്രയോഗിച്ച ഈ പുരാതന നിഗൂഢ ശക്തികളുടെ ഭാവനയുടെ പരിധികളെ വെല്ലുവിളിക്കുന്ന ശക്തികളുടെ രഹസ്യങ്ങൾ ഞങ്ങൾ അൺലോക്ക് ചെയ്യുകയാണ്. കൂടുതൽ അറിയാൻ ജിജ്ഞാസയുണ്ടോ? നമുക്ക് മുങ്ങാം. ഇന്ത്യൻ പുരാണങ്ങളിലേക്കും ചരിത്രത്തിലേക്കും വീണ്ടും സ്വാഗതം. അവിടെ ഹിന്ദു പുണ്യഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഐതിഹ്യങ്ങളുടെയും ദേവതകളുടെയും പ്രാപഞ്ചിക രഹസ്യങ്ങളുടെയും സമ്പന്നമായ ദൃശ്യങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. പുരാതന ഹൈന്ദവ പുരാണങ്ങൾ വിവരിക്കുന്ന 8 നിഗൂഢ ശക്തികൾ അല്ലെങ്കിൽ സിദ്ധികളെക്കുറിച്ച് ഇന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഈ സിദ്ധികൾ സ്വയത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും മേലുള്ള ആത്യന്തികമായ ആധിപത്യത്തെ പ്രതിനിധീകരിക്കുന്നു, കൂടാതെ ശിവൻ, കൃഷ്ണൻ, ഹനുമാൻ തുടങ്ങിയ വ്യക്തികളുമായും വിശ്വാമിത്രനെ പോലുള്ള മുനിമാരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അഷ്ടമസിദ്ധി 1. അണിമ. ചുരുങ്ങാനുള്ള ശക്തി. അനിമയിൽ നിന്ന് ആരംഭിക്കാം. ഒരാളുടെ ശരീരത്തെ അനന്തമായ വലുപ്പത്തിലേക്ക് ചുരുക്കാനുള്ള ശക്തി മറ്റുള്ളവർ കാണാത്ത ഏറ്റവും ചെറിയ ഇടങ്ങളിൽ പ്രവേശിക്കാൻ പര്യാപ്തമാണ്. പുരാണമനുസരിച്ച് ആറ്റം പോലെ ചെറുതാകാനുള്ള ശക്തിയാണ് അണിമ. നിങ്ങൾക്ക് കാഴ്ചയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുമാറാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ചുരുങ്ങാൻ ആവശ്യമായ കൃത്യത സങ്കൽപ്പിക്കുക. രാമായണ ഇതിഹാസത്തിൽ അസുരരാജാവായ രാവണന്റെ ശക്തി കേന്ദ്രമായ ലങ്കയിലേക്ക് നുഴഞ്ഞുകയറാൻ ഹനുമാൻ അണിമസിദ്ധി ഉപയോഗിച്ചു. സ്വയം ചെറുതാക്കി ഹനുമാൻ തിരിച്ചറിയൽ ഒഴിവാക്കി സീതയെ അന്വേഷിക്കാൻ മുൻ കാവൽക്കാരെ ഒളിപ്പിച്ചു. അനിമ വിനയത്തെയും ശ്രദ്ധിക്കപ്പെടാതെ പോകാനുള്ള കഴിവിനെയും പ്രതീകപ്പെടുത്തുന്നു. യഥാർത്ഥ ശക്തി എല്ലായ്പ്പോഴും വലുപ്പത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ അല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഷ്ടമസിദ്ധി 2. മഹിമ. വികസിപ്പിക്കാനുള്ള ശക്തി. നേരെ മറിച്ച് മഹിമസിദ്ധി എന്നത് ഒരാളുടെ രൂപം ഒരു വലിയ തോതിലേക്ക് വികസിപ്പിക്കാനുള്ള കഴിവാണ്. വിശാലമായ ദൂരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ ശക്തി പ്രപഞ്ചവുമായുള്ള ഐക്യത്തിന്റെ പ്രതിനിധാനമായി കാണപ്പെടുന്നു. ദിവ്യത്തിന് പ്രപഞ്ചത്തിന്റെ എല്ലാ കോണിലും വ്യാപിക്കാൻ കഴിയുമെന്ന ഹിന്ദു ആശയം ഉൾക്കൊള്ളുന്നു. മഹാവിഷ്ണുവിന്റെ ദശാവതാരകതയിൽ വാമനനായ വാമനായി മഹിമസിദ്ധി പ്രത്യക്ഷപ്പെടുന്നു. അസുരരാജാവായ ബലി വാമന് 3 അടി ഭൂമി വാഗ്ദാനം ചെയ്തപ്പോൾ വിഷ്ണു വെറും 3 ചുവടുകൾ കൊണ്ട് ഭൂമിയും ആകാശവും പാതാളവും മൂടി ഒരു ഭീമാകാരമായ രൂപത്തിൽ വികസിച്ചു. പ്രപഞ്ചവികസനത്തിന്റെ ഈ പ്രവൃത്തി വിഷ്ണുവിന്റെ എല്ലാ ഉൾക്കൊള്ളുന്ന സാന്നിധ്യത്തെയും പ്രപഞ്ചത്തിന്റെ സംരക്ഷകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്കിനെയും കാണിക്കുന്നു. അഷ്ടമസിദ്ധി 3. ഗരിമ. അനന്തമായ ഭാരത്തിന്റെ ശക്തി. അടുത്തത് ഗരിമയാണ്. സ്വയം അനന്തമായി ഭാരമുള്ളതാക്കാനുള്ള ശക്തി. ഈ സിദ്ധി ഉപയോഗിച്ച് ഒരാൾക്ക് അവയെ ചലിപ്പിക്കാൻ കഴിയാത്ത വിധം സാന്ദ്രമാകാം. ഈ കഴിവ് സ്ഥിരത എന്ന ഗുണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാഭാരതത്തിൽ പാണ്ഡവരിൽ ഏറ്റവും ശക്തനായ ഭീമൻ ശക്തിപരീക്ഷണമായി ഹനുമാന്റെ വാൽ ചലിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഹനുമാൻ തന്റെ വാൽ അനങ്ങാതിരിക്കാൻ ഗരിമസിദ്ധിയെ ഉപയോഗിച്ചു. അപാരമായ ശക്തി ഉണ്ടായിരുന്നിട്ടും ഭീമൻ അത് കുലുങ്ങാൻ പോലും കഴിഞ്ഞില്ല. വിനയത്തിന്റെയും മുതിർന്നവരോടുള്ള ആദരവിന്റെയും അസംസ്കൃത ശക്തിയുടെ മേൽ ആത്മാവിന്റെ ശക്തിയുടെയും പാഠം. നിഗൂഢവും ശാസ്ത്രവും തമ്മിലുള്ള അതിരുകൾ മങ്ങാൻ തുടങ്ങുന്ന ഒരു ലോകത്തെ സങ്കൽപ്പിക്കുക. ഈ വീഡിയോയിൽ വിവരിച്ചിരിക്കുന്ന ശക്തികൾ വെറും കഥകളല്ല, മറിച്ച് പുറത്തുവരാൻ കാത്തിരിക്കുന്ന സത്യങ്ങളുടെ നേർക്കാഴ്ചകൾ ആണെങ്കിലോ? ഈ പുരാണ കഴിവുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ടോ, അതോ അവ കേവലം ഭാവനയുടെ ഉൽപ്പന്നമാണോ? ഞങ്ങൾ 100 ലൈക്കുകളിൽ എത്തിയാൽ ഈ പുരാതന സിദ്ധികൾക്ക് ശാസ്ത്രത്തിന്റെ ആധുനിക ലോകവുമായി എങ്ങനെ ബന്ധപ്പെടാം എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള മുങ്ങൽ ഞങ്ങൾ നടത്തും. അതിനാൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിഥ്യയും ശാസ്ത്രവും തമ്മിലുള്ള പാലം പര്യവേക്ഷണം ചെയ്യാൻ തയ്യാറാകൂ. യാഥാർത്ഥ്യവും ഫാന്റസിയും നമ്മൾ വിചാരിക്കുന്നത്ര അകലത്തിലായിരിക്കില്ല. അഷ്ടമസിദ്ധി 4. ലഘിമ. ഭാരമില്ലായ്മയുടെ ശക്തി. മറുവശത്ത് ഗുരുത്വാകർഷണ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ലഘിമസിദ്ധി ഒരാളെ ഭാരഹിതനാകാൻ അനുവദിക്കുന്നു. ഈ ശക്തിയാൽ ഋഷിമാർക്ക് ആകാശത്തിലൂടെ പറക്കാനും വിവിധ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാനും ശാരീരിക പരിമിതികളില്ലാതെ സഞ്ചരിക്കാനും കഴിയും. പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുന്ന നാരദ മുനി പലപ്പോഴും ലഘിമസിദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സിദ്ധി അവനെ ഏതു സ്ഥലത്തും പെട്ടെന്ന് എത്തിച്ചേരാനും ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും ഇടയിൽ ഒരുപോലെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും പ്രാപ്തമാക്കി. അഷ്ടമസിദ്ധി 5. പ്രാപ്തി. ഏതു സ്ഥലത്തും എത്തിച്ചേരാനുള്ള ശക്തി. ഭൂമിയിലായാലും മറ്റു മണ്ഡലങ്ങളിലായാലും ഏതു സ്ഥലത്തും തൽക്ഷണം എത്തിച്ചേരാനുള്ള കഴിവാണ് പ്രാപ്തിസിദ്ധി.
ഇത് ദൂരത്തെക്കുറിച്ചുള്ള വൈദഗ്ധ്യത്തെയും ശാരീരിക പരിമിതികളുടെ അതിരുകടന്നതിനെയും പ്രതീകപ്പെടുത്തുന്നു. ത്രിശങ്കു രാജാവിന് തന്റെ ഭൗതിക രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചുകൊണ്ട് ഒരു പുതിയ സ്വർഗം സൃഷ്ടിക്കാൻ വിശ്വാമിത്ര മുനി പ്രാപ്തി സിദ്ധിയെ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. മനസ്സിന്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവിൽ നിന്നാണ് യഥാർത്ഥ ശക്തി ഉണ്ടാകുന്നത് എന്ന ആശയത്തിന് ഈ അസാധാരണ പ്രവൃത്തി അടിവരയിടുന്നു. അഷ്ടമാസിദ്ധി 6. പ്രാഗാമ്യം. ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ശക്തി. ഏത് ആഗ്രഹവും തൽക്ഷണം പ്രകടിപ്പിക്കാനുള്ള കഴിവ് പ്രാഗാമ്യസിദ്ധി നൽകുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള മനസ്സിന്റെ ആത്യന്തിക ശക്തിയെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഏതൊരു ആഗ്രഹവും തൽക്ഷണം നിറവേറ്റാൻ അനുവദിക്കുന്ന പ്രഗാമ്യസിദ്ധി ഭഗവാൻ കൃഷ്ണനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അനായാസമായി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ രൂപപ്പെടുത്താനുള്ള കൃഷ്ണന്റെ ദിവ്യമായ കഴിവിനെ ഈ സിദ്ധി പ്രതിഫലിപ്പിക്കുന്നു. അഷ്ടമസിദ്ധി 7. ഇഷിത്വ. കർത്താവിന്റെ ശക്തി. പ്രകൃതിയുടെയും സൃഷ്ടിയുടെയും ശക്തികളെ നിയന്ത്രിക്കാനുള്ള ശക്തിയാണ് ഇഷിത്വ സിദ്ധി. ഈ ശക്തി പലപ്പോഴും പ്രപഞ്ചത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ദേവതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും പ്രതീകമായ തന്റെ കോസ്മിക് നൃത്തത്തിനിടയിൽ ശിവൻ ഇഷിത്വ സിദ്ധി പ്രകടിപ്പിച്ചതായി പറയപ്പെടുന്നു. ഈ നൃത്തം പ്രപഞ്ചശക്തികളുടെ മേലുള്ള അവന്റെ നിയന്ത്രണത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരു സംരക്ഷകനായും നശിപ്പിക്കുന്നവനായും അവന്റെ പങ്ക് കാണിക്കുന്നു. അഷ്ടമാസിദ്ധി 8. വസിത്വ. ജീവികളുടെ മേലുള്ള നിയന്ത്രണ ശക്തി. അവസാനമായി വസിത്വസിദ്ധി മറ്റ് ജീവികളുടെ മനസ്സിന്റെയും പ്രവർത്തനങ്ങളുടെയും മേൽ ആധിപത്യം നൽകുന്നു. മറ്റുള്ളവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വികാരങ്ങളെയും പോലും സ്വാധീനിക്കാൻ ഇത് ഒരാളെ അനുവദിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ തന്റെ ദിവ്യമായ ചാരിഷ്മയിലൂടെയും ഓടക്കുഴൽ വാദനത്തിലൂടെയും വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഹൃദയവും മനസ്സും കീഴടക്കി അവരെ ആത്മീയ ഉന്മേഷത്തിലേക്ക് ആകർഷിച്ചു. അവന്റെ സ്വാധീനം വളരെ അഗാധമായിരുന്നു. അവർ അവന്റെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും ആകൃഷ്ടരായി എല്ലാ ലൗകിക കർമ്മകളും ഉപേക്ഷിക്കും. ഈ 8 സിദ്ധികളിൽ ഓരോന്നും അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യ, ഇഷിത്വ, വശിത്വ, ആത്മീയ പാണ്ഡിത്യത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ഈ സിദ്ധികളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? എന്തുകൊണ്ട്? അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക. ഹിന്ദു പുരാണങ്ങളിലെ നിഗൂഢ ശക്തികളിലേക്കുള്ള ഈ പര്യവേക്ഷണം നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യൻ മിത്തോളജി ഹിസ്റ്ററി ചാനൽ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുരാതന ലോകത്തിൽ നിന്നുള്ള കൂടുതൽ കഥകൾക്കായി കാത്തിരിക്കുക.